ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷ്ടം മാത്രത്തിൽ ആകെ പ്രശ്നങ്ങൾ കൈവിട്ട് പോകുന്നൊരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ ഇഷിതയുടെ ആ ഒരു മഹേഷിന്റെ സിസ്റ്ററും മഹേഷിന്റെ അമ്മയും കൂടെ ഭയങ്കരമായിട്ട് ഇഷിതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ മഹേഷിന്റെ അളിയനാണെങ്കിൽ കുറേ നുണക്കഥകൾ നമ്മുടെ ഇഷിതയ്ക്ക് എതിരായിട്ട് പറയുന്നുണ്ട്. ഇവളെന്നെ നോക്കിക്കൊള്ളാം, ഇവളുടെ കൂടെ പോയാലെന്നൊക്കെ പറഞ്ഞ് ഇവളെന്നെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആ അളിയൻ നമ്മുടെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ നുണക്കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിനെയാണ് വിശ്വാസം. ഒരു കാര്യം കൂടിയുണ്ട്. അതിനിടയിൽ നമ്മുടെ ഇഷിത ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒളിക്കുന്നത് അയാളുടെ മുറിയിലേക്ക് തന്നെയായിരിക്കും കയറുന്നത്. അപ്പോൾ അതാണ് ഈ മഹേഷിന്റെ പെങ്ങളും അമ്മയും കൂടെ വലിയ കുറ്റമായിട്ട് കണക്കാക്കുന്നത്. ഇയാൾ ദ്രോഹിക്കാനാണ് വന്നതെങ്കിൽ നീ ഇയാളുടെ മുറിയിൽ തന്നെ എന്തിന് കയറി ഒളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഭയങ്കര ചോദ്യമായിട്ട് നമ്മുടെ ഇഷിതയ്ക്ക് മുന്നിൽ വരുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇഷിതയാണെങ്കിൽ ഇയാളുടെ നുണക്കഥകളൊക്കെ കേട്ട് ഇയാളുടെ കാരണം അടിച്ച് പൊളിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളുടെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടേ, ഇയാളെ മോഹിക്കാൻ വേണ്ടി മരമണ്ടിയൊന്നും അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷിത 2-3 ഡയലോഗൊക്കെ അടിച്ച് തിരികെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചിപ്പിമോള് വരുന്നുണ്ട്. അപ്പോൾ ചിപ്പിമോളെ ഇങ്ങനെ മടിയിൽ കിടത്തി ഇങ്ങനെ നമ്മുടെ ഇഷിത ഭയങ്കരമായിട്ട് കരയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതൊക്കെ അപ്പുറം നമ്മുടെ മഹേഷ് വിളിക്കുന്നുണ്ട്. പക്ഷെ മഹേഷിനോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം മഹേഷിനെ ഓർത്തും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഇഷിതയെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.